ജോലിയുടെ ഭാഗമായിട്ടുള്ള യാത്രയിൽ ഞാൻ ഏതെങ്കിലും ചീപ്പ് റേറ്റുള്ള ഹോട്ടലിലായിരുന്നു താമസിക്കാൻ ചൂസ് ചെയ്തിരുന്നത്. പതിവ് പോലെ അന്നും ആ യാത്രയിൽ ഞാനൊരു ഹോട്ടലിൽ കണ്ടുപിടിച്ചു. അവിടെ രാത്രി തങ്ങാമെന്ന് തീരുമാനിക്കുന്നു. പരിചയമില്ലാത്ത ആ ഹൈവേസിലൂടെ 3 മണിക്കൂർ വണ്ടി ഓടിച്ചിട്ട് വേണം എനിക്ക് ആ ഹോട്ടലിലെത്താൻ. ഹൈവേസിൽ അധികം വണ്ടികളൊന്നും ഇല്ലായിരുന്നു, 1-2 വണ്ടികൾ മാത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് എൻ്റെ പിറകിൽ നിന്ന് വരുന്നു. അടുത്ത 3 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോഴും ഈ വണ്ടി എൻ്റെ വണ്ടിയുടെ പിറകിൽ തന്നെ ഉണ്ടായിരുന്നു. വിജനമായ ഈ സ്ട്രീറ്റിലേക്ക് കൂടി എന്നെ കൂടാതെ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ കരുതി സമാധാനിച്ചു. അങ്ങനെ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം ഞാൻ ആ ഹോട്ടലിലെത്തി. ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തു. തൊട്ടു പിറകെ തന്നെ എൻ്റെ പിറകിലുണ്ടായിരുന്ന ഈ വണ്ടിയും ഇതേ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി. അതൊരു വലിയൊരു കോയിൻസിഡൻസ് ആയിരുന്നു. ഞാനേതായാലും ഹോട്ടലിലെത്തി. അത് അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നില്ല, പഴയതും ചെറുതുമായിരുന്നു. ഈ ഹോട്ടലിൻ്റെ ചുറ്റിലും ഒരു റെസ്റ്റോറൻറ്റോ വീടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ അഡ്രസ്സ് കാണിച്ചിരുന്നത് ടൗൺ ഏരിയയിലാണ് ഈ ഹോട്ടൽ എന്നാണ്. പക്ഷേ ഇത് ടൗൺ ഏരിയയിൽ നിന്ന് മാറി കാടിനടുത്തായിട്ടാണ്. ഏതായാലും ഞാൻ എൻ്റെ ബാഗ് എടുത്ത് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിലേക്ക് നടന്നു. ഫ്രണ്ട് ഡെസ്കിൽ ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ എനിക്ക് റൂം കീ കാർഡ് തന്നു. പക്ഷേ ആ ഹോട്ടൽ പുറമേ നിന്നും അകത്തു നിന്നും വളരെ പഴയതായിരുന്നു. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമെന്നത് ഇത്രയും പഴയ ഹോട്ടലിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ ആക്സസ് കാർഡ് ഉപയോഗിക്കുന്നു എന്നതാണ്. ഞാൻ എൻ്റെ മുറിയിലേക്ക് കടന്നു. എൻ്റെ റൂം നമ്പർ 135. പക്ഷേ മുറിയിലേക്ക് കടക്കാൻ കുറച്ച് സമയമെടുത്തു. കാരണം തന്നിരിക്കുന്ന ആക്സസ് കാർഡ് കുറേ നേരം പല തവണയായി സ്കാൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റിയത്. പക്ഷേ റൂമിനകം വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു, ക്ലീൻ ആയിരുന്നു. ഞാൻ എൻ്റെ ബാഗ്സ് റൂമിൽ വെച്ച് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പുറത്തെടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ റൂം ഡോർ ആരോ ലോക്ക് ചെയ്യുന്നു. ഐഹോളിലൂടെ നോക്കിയപ്പോൾ ഒരാൾ പുറത്ത് നിൽപ്പുണ്ട്. ഇതിനു മുൻപ് ഞാൻ അയാളെ കണ്ടിട്ടേയില്ല. മാത്രമല്ല അയാൾ ഏതായാലും ഈ ഹോട്ടലിലെ ജോലിക്കാരനൊന്നുമല്ല. ഞാൻ ഏതായാലും ആ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചില്ല. കുറച്ച് നേരത്തോളം അയാൾ ഡോർ നോക്ക് ചെയ്തു. ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് മടുത്തിട്ടായിരിക്കണം അയാൾ തിരിച്ചുപോയി. ഞാൻ എൻ്റെ പണികൾ തുടർന്നു. ഒന്ന് ഫ്രഷായി വന്നു. അതിനുശേഷം TV ഓൺ ചെയ്തു. ഈ ഹോട്ടലുകാർ പ്രൊവൈഡ് ചെയ്ത കുറച്ച് റാൻഡം മൂവീസ് ഉണ്ടായിരുന്നു. അതിലൊരു മൂവി ചൂസ് ചെയ്ത് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. സാധാരണ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ഞാൻ സുഖമായി ഉറങ്ങാറില്ല. ഇടയ്ക്കിടയ്ക്ക് എണീക്കുമായിരുന്നു. പതിവ് പോലെ അന്നും ഞാൻ എണീറ്റു. പക്ഷേ എന്തോ ഒരു അസാധാരണമായ ശബ്ദം എൻ്റെ മുറിക്കുള്ളിലേക്ക് വന്നു. ഈ ശബ്ദം വരുന്നത് ഡോറിൻ്റെ അടുത്തു നിന്നാണ്. എന്തോ ബീപ്പ് ബീപ്പ് ശബ്ദം. ഈ ശബ്ദം കേട്ടിട്ടും എനിക്ക് ബെഡിൽ നിന്ന് എണീച്ച് നോക്കാൻ തോന്നിയില്ല. ആക്ച്വലി ഞാൻ അത്രയ്ക്കും ടയേർഡായിരുന്നു. ഞാൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി. പക്ഷെ പെട്ടെന്ന് ഞാൻ ഉറക്കമുണർന്നു. ഡോറിൽ നിന്നാണ് ഈ ബീപ്പ് ബീപ്പ് ശബ്ദം. പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീറ്റ് ഡോറിനടുത്തേക്ക് നടന്നു. പക്ഷേ ഡോറിനപ്പുറത്ത് ഒരു ഫുട് സ്റ്റെപ്സിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റി. ഞാൻ പെട്ടെന്ന് ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ഹാളിൽ ആരെയും കണ്ടില്ല. പക്ഷേ ഹാളിൻ്റെ ഒരു ഭാഗത്ത് റിസപ്ഷൻ ലേഡിയുണ്ട്. ആരാ എൻ്റെ റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചതെന്നറിയാൻ ഹാളിൻ്റെ എല്ലാ സൈഡിലും ആയിട്ട് ഞാൻ അന്വേഷിച്ചു. പക്ഷേ ആരെയും കണ്ടില്ല. നിങ്ങളൊരാളെ എൻ്റെ ഡോറിൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോകുന്നത് കണ്ടോ എന്ന് ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു. അവൾ ഹാളിൻ്റെ എൻഡിലൂടെ പാർക്കിംഗ് ഏരിയയിലേക്ക് കൈ ചൂണ്ടി ഈ വഴി അയാൾ പോയി എന്ന് പറഞ്ഞു. ഞാനുടനെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടി. ഒരാൾ വണ്ടിയിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു. യെസ്, ഇന്നലെ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ പിറകിലുണ്ടായിരുന്ന അതേ വണ്ടിയിലാണ് ഇയാൾ കയറിയത്. അയാൾ ആ വണ്ടി സ്പീഡിൽ ഡ്രൈവ് ചെയ്ത് എങ്ങോട്ടോ പോയി. തിരിച്ചു വന്ന് ഞാൻ ആ റിസപ്ഷൻ ലേഡിയോട് കാര്യം അന്വേഷിച്ചു. ആക്ച്വലി ആ സ്ത്രീ കരുതിയത് ഈ ഹോട്ടലിൽ ഏതോ ഒരു റൂം ആ സ്ട്രേഞ്ചറിൻ്റേതാണ് എന്നാണ്. പക്ഷെ പാനിക്കായിട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്ന എന്നെ കണ്ടപ്പോഴാണ് അയാളൊരു കള്ളനാണെന്ന് ഈ സ്ത്രീക്ക് മനസ്സിലായത്. അയാളുടെ കയ്യിൽ ആക്സസ് കാർഡ് ഉണ്ടായിരുന്നു. ആ കാർഡ് വെച്ചാണ് എൻ്റെ റൂമിൻ്റെ ഡോറ് ഇയാൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചത്. ഒരു യൂണിവേഴ്സൽ ആക്സസ് കാർഡ് ഉപയോഗിച്ചായിരിക്കണം അയാൾ എൻ്റെ റൂമിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചത്. ഏതായാലും അയാൾ കുറേ നേരം ഈ ആക്സസ് കാർഡ് ഉപയോഗിച്ചിട്ട് എൻ്റെ റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിരുന്നിരിക്കണം. അതിന് കാരണം ഞാൻ ഉറങ്ങുമ്പോഴേ എനിക്ക് ഈ ശബ്ദം കേൾക്കാമായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ തന്നെ ഞാൻ ആ റൂം വെക്കേറ്റ് ചെയ്തു. പക്ഷെ പോകുന്ന വഴിയിൽ എനിക്ക് കുറേ സംശയങ്ങൾ ബാക്കിയായി.
ആ സ്ത്രീ എന്തിനാണ് ആ സമയത്ത് ആ ഹാളിലേക്ക് എത്തിയത്? ആ സ്ട്രേഞ്ചർ ആരാണ്? എന്തിനാണ് അയാൾ 3 മണിക്കൂറുകളോളം എന്നെ പിന്തുടർന്ന് പിന്നീട് യൂണിവേഴ്സൽ ആക്സസ് കാർഡ് ഉപയോഗിച്ച് എൻ്റെ റൂമിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചത്? ഈ സംഭവത്തിന് ശേഷം ഇന്ന് വരെ ഇത്തരത്തിലൊരു സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല.